أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. فستبصر ويبصرون. صدق الله العلي العظيم. मुस्तफा जाने रहमत पे लाखों सलाम. शमअ बज़्म हिदायत पे लाखों सलाम. शहरियारे रम ताजदारे हरम नौबहारे शफाअत पे लाखों सलाम. वलमोमत सയ്യിദിന വമൗലാന മുഹമ്മദ്. കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായി അല്ലാഹുവിന്റെ റിളയിലായി ജീവിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെള്ളിവെളിച്ചവുമായി കടന്നു വന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ തുടിപ്പായ കരളിന്റെ കഷണമായ മനസ്സകത്തിലെ രാജകുമാരൻ സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവിടുത്തെ സ്നേഹപ്രപഞ്ചത്തിലൂടെ കടന്നു പോകുമ്പോൾ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വിശുദ്ധ ജീവിതത്തിന്റെ സുന്ദരമായ മേഖലകളിലൂടെ കണ്ണോടിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദർശനങ്ങളെ ജീവിതത്തിലേക്ക് പറിച്ചു നടാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ എന്തുകൊണ്ടും ആഘോഷമയമാണ്, ആഹ്ലാദഭരിതമാണ്, ആനന്ദ തുന്തിലമാണ്. കാരണം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുമ്പോൾ കേൾക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ വർദ്ധിക്കുകയും ആ പ്രവാചകരിലേക്ക് കൂടുതൽ അടുക്കാൻ അവൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റബീഉൽ അവ്വലിന്റെ സുന്ദരമായ പ്രഭാതങ്ങൾ മുതൽ അതിന്റെ പ്രദോഷം വരെ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളാണ് ഒരു വിശ്വാസി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റബീഉൽ അവ്വൽ തീരുമ്പോഴേക്ക് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. സൃഷ്ടികളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠവാനാണ്. ആ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, കാന ഹുലുഖു നബിയില്ലാഹി അൽ ഖുർആൻ.
നബിതങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആനിന്റെ സ്വഭാവം എന്താ? നബിതങ്ങളുടെ സ്വഭാവത്തെ പറ്റി ആയിഷ ബീവി പറയുകയാണ്, കാന ഖുലുഖു നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. അപ്പൊ ആ ഖുർആനിന്റെ സ്വഭാവം എന്താണ്? വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആനിന്റെ സ്വഭാവം എന്താണ്? വനുനസ്സിലു മിനൽ ഖുർആൻ. അല്ലാഹു തആല ഖുർആനിനെ എന്തിനാണ് ഇറക്കിയിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്? അതിന്റെ ലക്ഷ്യം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ അല്ലാഹു തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്, അല്ലാഹു തആല പറയുകയാണ്, മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ ശിഫയാണ്, രോഗശമനമാണ്. ശാരീരികമായ പ്രശ്നങ്ങൾ, എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതിനുള്ള പരിഹാരമാണ് വിശുദ്ധമായ ഖുർആൻ. മാനസികമായ ഒരു രോഗങ്ങൾ എന്തുണ്ടോ അതിനുള്ള പരിഹാരമാണ് വിശുദ്ധമായ ഖുർആൻ. വീണ്ടും അല്ലാഹു പറയുകയാണ്, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും റഹ്മത്തായിട്ടാണ്, കാരുണ്യമായിട്ടാണ് അല്ലാഹു തആല ഖുർആനിനെ അയച്ചിട്ടുള്ളത്. അതേ ഉദ്ദേശം തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായിട്ടാണ് നബിയെ അങ്ങേ ഞാൻ അയച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എത്ര സുന്ദരമായിരുന്നു. ശ്രീനാരായണ ഗുരു വെറുതെയാണോ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അനുകമ്പ ദശകം പരിശോധിച്ചാൽ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ എന്ന് പറഞ്ഞിട്ട് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവനും കാരുണ്യമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം, മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അടിമയായിരുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. വിൽക്കാൻ വേണ്ടി അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് ആ വില കൊടുത്ത് വാങ്ങപ്പെട്ട വ്യക്തിയാണ് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീഴുകയുണ്ടായി. ആ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അടിമയുടെ മകനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ല അല്ലാഹുവിന്റെ റസൂൽ. നിറം കുറഞ്ഞവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ല പുണ്യപ്രവാചകർ. സമ്പത്ത് കുറഞ്ഞവനാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ കാണിക്കുന്ന ആ സുന്ദര സ്വഭാവത്തിൽ നിന്ന് അല്പം പോലും കുറവ് വരുത്തിയില്ല. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു പുണ്യപ്രവാചകന്റെ വീടിന്റെ സമീപത്ത് വീഴുകയാണ്. ശരീരത്തിൽ നിന്നുകൊണ്ട് രക്തമൊലിക്കുകയാണ്. നെറ്റിത്തടത്തിൽ നിന്നുകൊണ്ട് ചോര ഇങ്ങനെ ഉറ്റിറ്റ് വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമയെ ശുശ്രൂഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആയിഷ ബീവിക്ക് ചെറിയൊരു മടി. ആ സമയത്ത് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ അങ്ങ് ചെന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ എന്ന് പറയുന്ന ആ പൈതലിനെ വാരിയെടുക്കുകയാണ്. വാരിയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മോനെ നിനക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ രക്തം കട്ടിയായി നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വായ ചേർത്ത് വെച്ചുകൊണ്ട് ആ ചീത്ത രക്തം വലിച്ചെടുത്തുകൊണ്ട് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. ഇതുപോലൊരു നായകനെ നമുക്ക് കാണാൻ കഴിയുമോ സഹോദരങ്ങളെ? എന്തൊരു സ്നേഹമാണ്! വെറുതെയാണോ അഹ്മദ് റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി ബറേലി മഹാനവറുകള് അവിടുന്ന് പറഞ്ഞത്, ശഹരിയാരേ ഇറം താജ്ദാരേ ഹറം
लो बहारे शफाअत पे लाखो सलाം മുസ്തഫ ജാനെ റഹ്മത്ത് पे लाखो സലാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പാടിയത് ലോകത്തിന്റെ മുഴുവൻ കാരുണ്യമായി കടന്നു വന്ന പുണ്യപ്രവാചകർ. നമുക്ക് നമ്മുടെ മക്കളോട് പോലും ഇതുപോലെ ഒരു പെരുമാറ്റം നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തനാകുന്നത്. മുഹമ്മദുൻ ബാസിത്തുൽ മഅറൂഫി ജാമിയതൻ മുഹമ്മദുൻ താജുൽ റസൂലില്ലാഹി ഖാതിബതൻ മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി മുഹമ്മദുൻ സാദിഖുൽ അഖ്വാലി വൽ കലിമി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഭാവത്തെ വർണ്ണിച്ചാൽ തീരുമോ സഹോദരങ്ങളെ? അവിടുന്ന് കിരീടമായിരുന്നില്ലേ? മുഹമ്മദുൻ താജു റസൂലില്ലാഹി ഖാതിബതൻ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. അതേ സമയത്ത് മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ മുസ്തഫ. നബിതങ്ങളെ പറ്റിയിട്ട് ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കൊണ്ടാണ് തസ്ഹരി ഫീ തറഫി വൽ ബദരി ഫീ സറഫി വൽ ബഹരി ഫീ കറമി വദ്ദഹരി ഫീ ഹിമമി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പുണ്യപ്രവാചകരുടെ സ്വഭാവങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് മഹാനവറുകൾ പറയുകയാണ്, അവിടുന്ന് ബഹർ പോലെയായിരുന്നു, സമുദ്രം പോലെയായിരുന്നു. സമുദ്രത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ വസ്തുക്കളും സമുദ്രത്തിൽ നിന്നുകൊണ്ട് ലഭിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കൾ അതെല്ലാം സമുദ്രത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ സമുദ്രം കൊടുക്കുന്നത് പോലെ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഓരോ ദിവസവും എത്രയോ മത്സ്യങ്ങൾ ആ സമുദ്രത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ കൊണ്ടുപോകുന്നു. ഉപ്പ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒട്ടും ഒഴിച്ചു കാട്ടാൻ കഴിയാത്ത വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത്. ആ ഉപ്പ് മുതൽ ഏറ്റവും വിലപിടിച്ച മുത്തുച്ചിപ്പികൾ, ആ മുത്തുകൾ, പവിഴങ്ങൾ എല്ലാം ലഭിക്കുന്നത് സമുദ്രത്തിൽ നിന്നാണ്. ആ സമുദ്രം മനുഷ്യന് കൊടുക്കുന്നത് പോലെ മറ്റൊന്നും കൊടുക്കുന്നില്ല. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ച വസ്തുക്കൾ അത് 1000 ഇനങ്ങളാണ്. ആ 1000 ഇനങ്ങളിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഫിൽ ബഹർ, അതിൽ 600 ഇനങ്ങളും കടലിൽ നിന്നാണ്. ബാക്കി 400 ഇനങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ഇനമായി തരം തിരിച്ചിരിക്കുന്നു. പാമ്പ് എന്ന് പറയുന്നത് മൂർഖൻ വേറെ, പിന്നെ ചേര വേറെ, അങ്ങനെയല്ല. പാമ്പ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ഇനം. അങ്ങനെ 1000 ഇനത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ 600 കടലിൽ നിന്നാണ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ കടൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യമായ വസ്തുക്കൾ കൊടുക്കുന്നതാണ്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാം ബുസ്രി റഹ്മഹുല്ലാഹ് ഇതുപോലെയാണ് ഉപമിച്ചത്. കസ്സഹരി ഫീ തറഫി വൽ ബദരി ഫീ ശറഫി വൽ ബഹരി ഫീ കറമി വദ്ദഹരി ഫീ ഹിമമി. അവിടുത്തെ കടലിനോടാണ് ഉപമിച്ചത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആരെയും വെറുതെ മടക്കാറുണ്ടായിരുന്നില്ല. എത്ര കൊടുത്താലും പ്രവാചകർക്ക് മതിയാകും ില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കയ്യിൽ 10 ദിർഹമുണ്ട്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടയിൽ പോയിട്ട് അതിൽ നിന്ന് 4 ദിർഹമിന് ഒരു വസ്ത്രം വാങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം വാങ്ങി ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരാൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ആ വസ്ത്രം ഒന്ന് ഇങ്ങ് തരോ. പുത്തൻ ഉടുപ്പ് വാങ്ങിയിട്ട് വരികയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, കസാകല്ലാഹു മിൻ സിയാബിൽ ജന്ന, എനിക്ക് ആ വസ്ത്രം തന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരമായിട്ട് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രം നിങ്ങൾക്ക് നൽകുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മനുഷ്യൻ പറയുകയാണ്. നമ്മളാണെങ്കിൽ കൊടുക്കും സഹോദരങ്ങളെ. ദാരിദ്ര്യത്തിന്റെ കയ്പുനീരിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് എത്രയോ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു 10 ദിർഹം കയ്യിൽ വരികയാണ്.
തന്റെ കീറിപ്പറിന്റെ കുപ്പായം ഒന്ന് മാറ്റി ഒരു പുത്തൻ ഉടുപ്പ് വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ പുത്തൻ ഉടുപ്പിന്റെ നറുമണം വിട്ടുമാറുന്നതിന് മുമ്പ് ഒരു ആള് വന്നിട്ട് ചോദിക്കുന്നു, ആ വസ്ത്രം ഒന്ന് തരുമോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരു മടിയുമില്ലാതെ ആ വസ്ത്രം അങ്ങ് അഴിച്ചുകൊണ്ട് ആ മനുഷ്യനങ്ങ് കൊടുക്കുകയാണ്. എന്തൊരു സ്വഭാവമാ സഹോദരങ്ങളെ! അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പോകുന്നത് വിവസ്ത്രനായിട്ടാണ്, കുപ്പായം ധരിക്കാതെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോവുകയാണ്. 10 നിന്നുകൊണ്ട് 4 പോയി. 4 ദിർഹമിന് വീണ്ടും ഒരു വസ്ത്രം വാങ്ങുകയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു വസ്ത്രം വാങ്ങി. അങ്ങനെ വസ്ത്രം വാങ്ങിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഫസ്തറാ മിൻഹു ഖമീസൻ ലി4 ദറാഹിം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരയാ. 10ൽ 8 ദിർഹമും തീർന്നു, ഇനി 2 ദിർഹമാ ബാക്കിയുള്ളത്. ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ മാ യുബക്കിക്ക്, എന്തിനാ നീ കരയുന്നേ? എന്താ നിന്റെ പ്രശ്നം? അപ്പോ ആ അടിമ കുട്ടിയാണ്, അടിമ സ്ത്രീയുടെ മകളായി ജനിച്ച കാരണം കൊണ്ട് അടിമയായി പണിയെടുക്കേണ്ടി വന്ന പാവപ്പെട്ട പെൺകുട്ടി പറയുകയാണ്, എൻ്റെ യജമാനത്തി 2 ദിർഹം എൻ്റെ കയ്യിൽ തന്നു, എന്നിട്ട് ഗോതമ്പ് വാങ്ങാൻ വേണ്ടി വിട്ടു. വഴിമധ്യേ ആ ഗോതമ്പ് വാങ്ങാൻ വെച്ച തുട്ടികൾ എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് വീണുപോയി. എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മുതലാളിച്ചിയുടെ ചീത്ത എനിക്ക് കേൾക്കേണ്ടി വരും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ കാരുണ്യത്തിന്റെ കരകാണാ കടലായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോളെ നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് ആവശ്യമായ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് 10 ദിർഹമിൽ നിന്നുകൊണ്ട് 8 തീർന്നു, 2 ആണുള്ളത്. ആ 2 ദിർഹം എടുത്തിട്ട് ആ പൊന്നുമോൾക്ക് കൊടുത്തിട്ട് പറയുന്നു, മോളെ സന്തോഷമായി മോള് പോയിട്ട് ഗോതമ്പ് വാങ്ങി വീട്ടിലേക്ക് പോകും. മോള് ഗോതമ്പ് വാങ്ങി തിരിച്ചു വരുമ്പോ വീണ്ടും ഇങ്ങനെ കരയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നത്? അപ്പോ ആ മോള് പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നേരം വൈകിയതിന്റെ പേരിൽ എന്റെ യജമാനത്തി ചീത്ത പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ വിഷമിക്കണ്ട. കാരുണ്യത്തിന്റെ കരസ്പർശവുമായി പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിചയമുള്ള വീടാണ്, സലാം കേൾക്കുന്നില്ല. വീണ്ടും നബി തങ്ങൾ സലാം പറഞ്ഞു, 2 തവണ പറഞ്ഞു, മടക്കുന്നത് കേൾക്കുന്നില്ല. 3ാം തവണയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോഴാണ് വീട്ടുകാർ മടക്കുന്നത്. സലാം കേൾക്കുന്നുണ്ടെന്ന് കൃത്യമായി നബി തങ്ങൾക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ നിങ്ങൾ മടക്കാതിരുന്നത്? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങ് ലോകത്തിന്റെ നേതാവാണല്ലോ, അങ്ങ് വന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളുടെ മേലുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേലുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന ആ വചനം പറഞ്ഞപ്പോ പടച്ചോന്റെ കാവലും പടച്ചോന്റെ രക്ഷയും അല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നബി തങ്ങളെ, അങ്ങയുടെ വാക്ക് ഒന്നുകൂടി, അങ്ങയുടെ പ്രാർത്ഥന 3 തവണ കിട്ടാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വൈകിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പൊന്നുമോളെ നിങ്ങൾ ചീത്ത പറയരുത്. വഴിയിൽ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ ആ പൊന്നുമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയതാണെന്ന് പറഞ്ഞപ്പോ വീട്ടുകാര് സന്തോഷത്തോടെ പറഞ്ഞു, നബിയേ, ആ കുട്ടിയെ ഞങ്ങൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും ചീത്ത പറയില്ല. എന്നിട്ട് അടിമത്വത്തിൽ നിന്നുകൊണ്ട് മോചിപ്പിക്കുകയാണ്. ഇതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാത്തമായ സ്വഭാവം. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ചരിത്രകാരന്മാര് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ചത്. അവര് പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞില്ലേ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന സഹാബി വന്ന സമയത്ത് എല്ലാ ദിവസവും കാണുന്ന വ്യക്തിയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് ജൂതന്മാരായ
ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിക്കാനുള്ള ആ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഉള്ളത്. അപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം എന്ന സലാം പറയുന്നത്. കണ്ണു കാണാത്ത സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുതായി ഒന്ന് നെറ്റി ചുളിച്ചു. ദേഷ്യപ്പെട്ടില്ല പ്രവാചകർ, അരുതായി ഒന്നും പറഞ്ഞില്ല. ആ നെറ്റി കുളിച്ചപ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അബസ വ തവല്ല അൻജാഹുൽ അഅമാ. നബിയേ, കണ്ണ് കാണാത്ത സഹാബി വന്നപ്പോ അങ്ങ് അവിടത്തോട് അല്പം പ്രയാസത്തോടെ ഒന്ന് നോക്കിയോ, നെറ്റി ചുളിച്ചോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ അവിടെ ഇടപെടൽ നടത്തുകയാണ്. ഇതായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അവിടുന്ന് ഉടൻ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുകയാണ്. നബിതങ്ങളെ നിയന്ത്രിച്ചത് അല്ലാഹുവാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഇടപെട്ടത് പടച്ച തമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സമ്പൂർണനായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സുകുമാർ കക്കാട് അദ്ദേഹത്തിന്റെ സ്തുതിക്കപ്പെട്ടവൻ എന്ന കവിതയിലൂടെ പ്രവാചകരെ പറ്റിയിട്ട് പരിചയപ്പെടുത്തിയത് സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക എന്നാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഹൃദയത്തിലേക്ക് സ്വർണ്ണനൂല് കൊണ്ടുള്ള പാലം പണിത ആളാണെന്ന് വെറുതെ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. നബി തങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലായിരുന്നു ജീവിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമ ബിൻ ഇസാൽ എന്ന് പറയുന്ന മനുഷ്യനുമായി ഇടപെട്ടതിനെ പറ്റിയിട്ട് സഹീഹ് മുസ്ലിമിൽ അടക്കം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമ ബിൻ ഇസാൽ എന്ന് പറയുന്ന മനുഷ്യൻ സുമാമക്കാരുടെ നേതാവാണ്. സുമാമ എന്ന് പറയുന്ന മനുഷ്യൻ യമാമ എന്ന് പറയുന്ന സ്ഥലത്തെ ഭരണാധികാരിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സുമാമത്തിനെ കൊണ്ടുവന്നു. 3 ദിവസം നബി തങ്ങളുടെ അടുക്കൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയോട് ചോദിച്ചു, സുമാമ, നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ഇപ്പം എന്നെ എന്തും ചെയ്യാൻ കഴിയും, പക്ഷേ നിങ്ങളിൽ നിന്ന് നീതിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തവണ വന്നു. ഹിജ്റ 6-ാം വർഷം നടന്ന സംഭവം. 3-ാമത്തെ ദിവസം വന്നിട്ട് യമാമക്കാരന്റെ നേതാവായ സുമാമ നബിതങ്ങളെ ഒരുപാട് ഉപദ്രവിച്ച വ്യക്തിയാണ്. നബിതങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തിയാണ്. ആ സുമാമയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുമാമ, നിനക്ക് പോകാം. സഹാബത്ത് ചോദിച്ചു, നബിയെ, സുമാമയെ വെറുതെ വിടുകയാണോ? നബിതങ്ങൾ പറഞ്ഞു, സുമാമ പോകട്ടെ. സുമാമ യമാമക്കാരുടെ നേതാവല്ലേ. സുമാമക്കത് വലിയ മാറ്റമുണ്ടാക്കി. ഇത്രയും നല്ലൊരു സ്വഭാവക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് യമാമയിൽ ചെന്ന ആളുകളോട് പറഞ്ഞു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോ മക്കയിലേക്ക് പദാർത്ഥങ്ങൾ കൊണ്ടുവന്നിരുന്ന പ്രധാനപ്പെട്ട സ്ഥലം അത് യമാമയായിരുന്നു. സുമാമ പറഞ്ഞു, യമാമയിൽ നിന്ന് മക്ക ഖുറൈശികൾക്ക് ഒരു തരി പോലും ധാന്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിച്ച ശത്രുക്കൾക്കെതിരെ ഉപരോധം കൈക്കൊണ്ട സമയത്ത് ഖുറൈശികളായ ആളുകൾ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്ക് വേണ്ടി നീ ഒന്ന് സുമാമയോടൊന്ന് അഭ്യർത്ഥിക്കണം. നാട്ടിൽ ക്ഷാമം വന്നു, പ്രയാസം വന്നു, യമാമയിൽ നിന്ന് ഭക്ഷണം വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുക്കളായ ആളുകൾ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സുമാമ, അവർക്ക് പുറത്തു കൊടുത്തേക്കൂ സുമാമ. അതിനുശേഷമാണ് മക്ക ഖുറൈശികൾക്ക് യമാമയിൽ നിന്നുകൊണ്ട് ഭക്ഷണം വരാൻ തുടങ്ങിയത്. ശത്രുക്കളോട് പോലും കാരുണ്യം കാട്ടിയ നേതാവ് അതാണ് പ്രിയപ്പെട്ടവരെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന്
അവിടുത്തെ വിശേഷണങ്ങളെ പറ്റി എത്ര പറഞ്ഞാലും തീരുകയില്ല. കൽപ്പറ്റ നാരായണൻ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പ്രവാചകരോട് അങ്ങ് നിരക്ഷരനാണെന്ന് ശരിയായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നതിനെ പറ്റിയിട്ട് കൽപ്പറ്റ നാരായണൻ പറയുന്നുണ്ട്, അങ്ങ് നിരക്ഷരനാണോ എന്ന് പ്രവാചകരോട് ചോദിക്കാൻ. ഞാൻ പ്രവാചകരോട് അങ്ങ് നിരക്ഷരനാണെന്ന് കേൾക്കുന്നു, ശരിയായിരിക്കാം അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സാക്ഷരൻ അക്ഷരങ്ങളേ ഉള്ളൂ. സാക്ഷരൻ എന്ന് പറയുന്നത് അക്ഷരങ്ങളിൽ മാത്രമാണുള്ളത്. PG നേടിയാലും എന്തെല്ലാം ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയാലും അതെല്ലാം അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നതാണ്. എന്നാൽ നബിയെ എഴുതപ്പെടാത്തതല്ലാതെ വായിക്കാനാകുമോ? അങ്ങ് വായിച്ചതെല്ലാം മുമ്പാരും അവർക്ക് എഴുതാത്തതും എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പറ്റ നാരായണൻ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് ഇതുവരെ ആരും എഴുതാത്തതും ആരും വായിക്കാത്തതുമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുവരെ വന്നാരും പറയാത്ത കാര്യങ്ങൾ, കാരുണ്യത്തിന്റെ പുതിയ പുതിയ കരുണ സ്പർശനങ്ങളെ പറ്റി, അരുണ സ്പർശങ്ങളെ പറ്റി പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു. അടിമ സമ്പ്രദായത്തെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രമിച്ചു. അടിച്ചമർത്തപ്പെട്ട ജനതക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചനം നൽകി. എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ട പെൺവിഭാഗം എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കാനുള്ള അവകാശം അവർക്ക് നൽകിക്കൊണ്ട് അവരെ ആദരിച്ചു. ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം മേഖലകളിലുണ്ടോ അവിടെയെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലുണ്ടായി. പാവങ്ങളായ ഫലസ്തീനിലെ പിഞ്ചിളം കുരുന്നുകൾ മരിക്കുന്ന സമയത്ത് ലോക നേതാക്കൾ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഒരു ധാർഷ്ട്യ മനോഭാവത്തോടു കൂടി നിലകൊള്ളുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ പാഠമാകേണ്ടതില്ലേ? മുസ്ലിം നേതാക്കൾ അവർക്കിന്ന് എല്ലാത്തിനും കഴിയും, പക്ഷേ ശ്രമിക്കുന്നില്ല. ഫലസ്തീനികളായ ആളുകളെ സ്വന്തം സമുദായം എന്നുള്ള പരിഗണന നൽകിയില്ലെങ്കിലും മാനുഷിക പരിഗണന പോലും നൽകാതിരിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഖത്തറിന് കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെയുള്ള ദാരുണമായ ദുരന്തം ഇനി വരില്ല എന്നുള്ള ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വൈകി ഉദിക്കേണ്ടതാണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ശത്രുക്കളായ ആളുകൾ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്, അസ്സലാമു അലൈക്കും, നിങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് അർത്ഥം വരുന്ന പദം പറഞ്ഞു. അപ്പൊ ഇത് കേട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. ആയിഷ ബീവി തിരിച്ചപ്പം തന്നെ പ്രതികരിച്ചു, വഅലൈക്കുമുസ്സലാം. എല്ലാവരും ഒരുപോലെയല്ലല്ലോ. ആയിഷ ബീവിക്ക് റസൂലുള്ളാഹിനെ പറഞ്ഞപ്പോൾ ക്ഷമിക്കാൻ പറ്റിയില്ല. തിരിച്ചു പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടുകൊണ്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്തിനാണ് അങ്ങനെ ഇടപെട്ടത്? കുടുസായ മനസ്സോട് കൂടിയിട്ട് ചിന്തിക്കരുത് ആയിഷ, അവരറിവില്ലാത്തവരല്ലേ ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തിരുത്തുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുമോ? നമ്മളോട് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയണേ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ നമ്മുടെ അടുത്ത് നിന്ന് ജീവനോടെ തിരിച്ചു പോകുമോ? ഇതാണ് പ്രവാചകരുടെ സ്വഭാവം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളൊക്കെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലോകത്തിന് മുഴുവനും കാരുണ്യമായിരുന്നു. നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സൃഷ്ടികളോട് കാരുണ്യം കാണിക്കാനും സൃഷ്ടികളുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ നല്ല രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടത്താനും നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.